ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെമ്പിൾ വീഡിയോ ആണ്. നമുക്ക് കുറേ ദിവസമായി അമ്പലത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ഉള്ള ഒരു അമ്പലമാണ്. കർണാടകയിലാട്ടല്ല, സുള്ളി അങ്ങോട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും മമ്മിയും ധന്യയും കുഞ്ഞും പോകുന്നതാണ്. KSRTC ബസ്സിൽ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ അല്ലേ, ഒന്ന് പോകണം, എടുത്തേക്കും പോയിട്ടാ ഒന്ന് പോകണം എന്തായാലും. അങ്ങനെ ഞങ്ങൾ ഇന്ന് KSRTC ബസ്സിൽ പോവുകയാണ് ഗൈസ്, പോവുകയാണ്. ഉറക്കം വരുന്നുണ്ട്, രാവിലെ എണിച്ചു അല്ലേ? ഉറക്കം വരുന്നുണ്ടൊക്കെ, രാവിലെ എണിച്ചിനേ. 8:30 മണി ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ വേഗം എണിപ്പിച്ചിരുന്നു. ഏതമ്പലത്തേക്ക് പോന്നെ? തൊടിക്കാനോ പേര് കിട്ടിട്ടായിരുന്നു. തൊടിക്കാൻ കുട്ടന് ബേജാറാണ് കേട്ടോ. ബേജാറാണ് ഓനെ കൂട്ടാണ്ട് ഓന് മമ്മി പെട്ടു. അത് എന്തോന്നില്ലാന്നാണ് തോന്നുന്നു, ഇടുന്നില്ല. മഴ ഉണ്ട് കേട്ടോ. നോക്കി അന്ന് ആലോചിച്ച് നോക്കണം, നല്ല മഴയും KSRTC ബസ്സിലെ യാത്രയും പൊളിക്കും ഞങ്ങൾ. യെസ് ഗൈസ്, ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല മഴയുണ്ട്. വീട്ടിൽ കുത്തിയിരിക്കുന്നിടത്ത് സവാരി പോകും, അതാണ് രസം. നമ്മളങ്ങനെ പൂവെടുക്കത്തേക്ക് എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ടൗൺ. ബസ്സിന് വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങളെ ബസ് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പൂവെടുക്കത്ത് സുള്ളിയാണ് പോയത്. പക്ഷെ ഇത് കർമ്മന്തോടിയിലുണ്ടത്. എന്നാ പ്രിയദർശിനി നോക്കിക്കോ. അത് കർമ്മന്തോടിയെന്നുള്ളത് 153 രൂപ, 3 ലാഭം. 153 റുപ്യ ലാഭം. ഇനിയിപ്പോൾ ഇത് ഒരാഴ്ചയിലൊന്നും പ്രശ്നമില്ല. നമ്മളങ്ങനെ തൊടിക്കാൻ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സുള്ളിയ ബസ് സ്റ്റാൻഡിലാട്ടോ ഉള്ളത്. ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടെ 10:45 ബസ് പോകുന്നത്. 10:30 തന്നെ എത്തി. ഇപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ KSRTCയിൽ വന്നുകൊണ്ടല്ല ഫ്രീക്ക് വന്നിട്ടുണ്ട്. ഇവിട്ടി ബസ് കണ്ട, യൂട്ടിക്ക് ബസ് കാണുന്നുണ്ട്. നല്ല മലയാളം പാട്ട് ഗൈസ്, നല്ല മലയാളം പാട്ട് വെച്ചിട്ടുണ്ട്. അതന്നെ മലയാളം പാട്ട് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടാ. തൊടിക്കാൻ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. കുറേ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അമ്പലത്തിലെത്തിയിട്ടാ, തൊഴുതിട്ടെല്ലാം വന്നു. ഇനി 12:30 പൂജ. നമ്മളിപ്പോൾ 11 ഇത്രയും അറിയില്ല കേട്ടോ. 11 സംതിങ് ആയി. എന്തായാലും എന്നത്തെ പരിപാടിയാണ്, ഞങ്ങളുടെ ഒരു മീനിൻ്റെ കുളം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇനി അവിടെ പോകണം. ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് അടുത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. പൂജ 12:30 അപ്പോഴത്തേക്ക് എത്തണം. അമ്പലത്തിൻ്റെ ഫ്രണ്ടെല്ലാം നോക്കിയാൽ വലിയ അമ്പലമാട്ടോ. അതാ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് വലിയ അമ്പലമാണ്. എനിക്ക് പക്ഷേ ഇത് ഐതിഹ്യം ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ ഐതിഹ്യങ്ങളെല്ലാം ഉണ്ടാവും. നല്ല രസമുണ്ട്. പിന്നെന്താ, ശിവൻ്റെ ക്ഷേത്രം, ശിവക്ഷേത്രമാണ് തൊടിക്കാനെന്ന് പറയുന്നത്. തൊടിക്കാനെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പേര്. ഏകദേശം ഒരു 1-2 മണിക്കൂറിൽ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് ബസ് ഉണ്ടായതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവരിത് അതിനിപ്പോൾ മീനിൻ്റെ കുളത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് നടക്കുന്നത്. അമ്പലത്തിൽ വലിയ തിരക്കൊന്നുമില്ല. ഒരു കാടാണ് ഇങ്ങോട്ട്. സുള്ളിയത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ കുറച്ച് കാടാണ്, കാട്ടിലാണ് ഉള്ളത്. ഞാൻ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ഇല്ല, അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. വീട്ടിയും ധന്യയും അമ്മയും പോകുന്നുണ്ട്. ഞാൻ ബാക്കിന്ന് വീയും പിടിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇത് വലിയ പ്രശ്നമില്ല, കല്ലായുണ്ട്. എന്നിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. ഇതിൽ കുറേ ഇതല്ല കേട്ടോ മീൻകുളം എന്ന് പറയുന്നത്. ഇതല്ല, വേറെ തന്നെയുണ്ട് സെപ്പറേറ്റ്. എന്തോ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. മീനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഐതിഹ്യമുണ്ട്. മാത്രം മൊത്തം കന്നഡത്തിൽ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് വായിക്കാൻ പറ്റാത്തത്. മീനിൻ്റെ അടുത്ത് പോകണത്രേ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ ഇവള് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ ഐതിഹ്യം അറിയില്ല കേട്ടോ. ഐതിഹ്യം പറഞ്ഞു, ഇപ്പോൾ ഓർമ്മയില്ല. എന്തോ മീനുമായിട്ട് എന്തോ ഒരു ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഇതാക്കിയിട്ട് മീനാടെ കൊണ്ടിട്ട് അങ്ങനത്തെ എന്തോ സ്റ്റോറി ഉണ്ട് പറയണ്ടേ. നമുക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയാൽ പറയാം. പക്ഷെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ. വലിയ അമ്പലമാണ്, ചെറിയ അമ്പലമൊന്നുമല്ല, വലിയ അമ്പലമാണ് പറയാം. വഴിയെ എല്ലാം കിട്ടും നമുക്ക്. ഫുഡ് ഇടുന്നുണ്ടായി ഇപ്പൊ കുട്ടിക്കും വേണമെന്ന്. അതാ ഇവര് ഫുഡ് എടുത്തിട്ട് വന്നു കേട്ടോ മീനിന്. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട്, മീനിന് ഫുഡ് ഇടണമെന്നുള്ളത്. നമ്മൾ മീനിൻ്റെ കുളത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഫുഡും മേടിച്ചിട്ടുണ്ട്. ധന്യയുടെ കയ്യിലുണ്ട് മീനിൻ്റെ ഫുഡ്.
അതവിടെ ആ പീടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണെന്നറിയില്ല സ്ഥലം. പോകുന്നുണ്ട് നമ്മൾ എന്തായാലും. നമ്മളിപ്പോൾ ഇതാ മീൻ കുളത്തിലേക്ക് പോകുന്നതാണ്. നോക്കിയ വഴിയിൽ നോക്കിയ മഴ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വഴിയിലാകെ ചെളിയായിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയൊരു തോടുണ്ട്, തോടെന്ന് തോന്നുന്നു എനിക്ക് കാണുമ്പോൾ. പിന്നെന്താ പോകുന്നുണ്ട് നമ്മൾ, ധന്യ മുമ്പിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ മീൻ കുളത്തിലേക്ക് എത്തിയിട്ടാ. ഇതൊരു ചെറിയൊരു അണക്കെട്ടുണ്ട് ഇടാ. പിന്നെ ഇതാ മൊത്തം ഐതിഹ്യമായിരിക്കും ഇവിടെ എഴുതിയിട്ടുണ്ടെന്നത്. കന്നഡ ആയതുകൊണ്ട് ഒന്നും വായിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ. കന്നഡ പറഞ്ഞാലെല്ലാം മനസ്സിലാവും, പക്ഷേ വായിക്കാൻ അറിയില്ല, അതാണ് ബുദ്ധിമുട്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇതാ മീൻ കുളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പുറത്താണ്, ഇതല്ല, ഇങ്ങോട്ടല്ല, കുറച്ച് കൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. ബാക്കി നമുക്ക് വഴിയേ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫുഡ് ഇട്ടിട്ട് നോക്കിയാൽ മീനുണ്ടോ, മൊത്തം മീനാണ് നമ്മൾ ഫുഡ് ഇടുന്നുണ്ട്. ഫുഡ് ഇടാൻ നോക്കി എത്ര മീനുണ്ടോ, ഇത് മൊത്തം മീന. ഊട്ടിക്ക് കൊടുക്കാറോ ഫുഡ് ഇടാൻ? വലിയ മീനാ, ചെറുതൊന്നുമില്ല, വലിയ മീനാണ്, ചെറിയതൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നേരത്തെ മൊത്തം മൊത്തം മീൻ തന്നെയാണ്. എന്താ അങ്ങോട്ട് അന്നെല്ലാം വരുന്നു ഫുഡ് കൊടുക്കുമ്പോൾ. കുറേ ആൾക്കാർ അന്നവരെല്ലാം മീൻ ഫുഡ് കൊടുക്കൂട്ടാ. അതെ, എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്ന ഫുഡല്ലേ ഇതാ. ഈ സൈഡിൽ കിട്ടാനും ഇങ്ങനെ വെച്ചിടുന്നുണ്ട്. ഏടെ ഫുഡ് ഇട്ടാലും അത് അടുപ്പത്ത് അകത്ത് എന്നിട്ടല്ല മറ്റല്ലോ മീൻ കുളത്തിലൊന്നും എന്താ ഫുഡ് കൊടുത്തിട്ടായില്ല മീനിന്. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പോൾ വന്നവരെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും തോന്നി മീൻ നല്ല വലിപ്പമുണ്ട്. അയ്യോ പിള്ളേരെ നോക്കി അവർക്ക് പേടിയൊന്നുമില്ല, അടുത്തടുത്ത് വരുന്ന പിള്ളേരെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി അവർ അടുത്ത് പോയിട്ട് ഫുഡ് കൊടുക്കുന്നത്. നോക്കിയത് അവർക്ക് അടുത്തടുത്ത് വരുന്നവരായിരിക്കും അവർ. ഇവളും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വിട്ട് തരുന്നില്ല വാശി. ആ പൈസ കൊടുക്ക, ആ പൈസ അമ്മൂമ്മേനെ കൊടുക്ക്. ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല നല്ല വലിപ്പമുണ്ട് കേട്ടോ, ചെറിയ വലിപ്പമൊന്നുമല്ല. ഇത്ര വലുതുണ്ട്. അത് നോക്കി എത്ര വരണം കേട്ടോ. അതാ വെള്ളം ഇങ്ങോട്ടേക്ക് തെറിപ്പിക്കുന്നുണ്ട് മീൻ. ശരിക്കും ഇത് എന്ത് മീനാണെന്നാണ് ഇപ്പോൾ ഡൗട്ട്. ഓ ഇവിട്ടേ അതാ തിന്നുന്നുണ്ട്. ഇത് എന്ത് മീനെന്ന് അറിയുന്നില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ എന്ത് മീനെന്ന് അറിയുന്നില്ല, എനിക്കറിയില്ല. നമുക്ക് ഈ മീൻ എന്തെന്ന് അറിഞ്ഞോ? ഇവിടെ എത്ര മീനുണ്ട്? ഇവിടെ മഹർഷി അങ്ങനത്തെ എന്തൊരു സ്റ്റോറി ഉണ്ട്. ജലപാതം ഉണ്ടാ അങ്ങനെ മീൻ കുളം കഴിഞ്ഞുട്ടാ. പിന്നെ ഉണ്ടോ ഐതിഹ്യം എന്ന് പറഞ്ഞത്? കണ്ണ മഹർഷി മീനെടുത്തിട്ട് ഇങ്ങോട്ട് വന്നെന്തോ സ്റ്റോറി. ഫുൾ ഡീറ്റെയിൽസ് പറയാം. ഫുൾ ഡീറ്റെയിൽസ് അങ്ങനത്തെ എന്തോ കണ്ണു മഹർഷി എന്തോ. പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്തെന്ന് മനസ്സിലായിട്ടോ. അങ്ങനത്തെ എന്തോ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ കന്നഡ വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആവട്ടെ, അതാ പ്രശ്നമായത്. കണ്ണു മഹർഷി ഇങ്ങോട്ട് മീനെടുത്ത് വന്നു, അതെന്തിന് സ്റ്റോറി അതൊന്നും അറിയില്ല. ഓക്കെ നമുക്ക് സെറ്റാക്കാം. ഇപ്പം മഴ വരുന്നുണ്ട്, അങ്ങനെ നമുക്ക് പോകുന്നുണ്ട്. കുടയും എടുത്തിട്ടാ, കുട എടുത്തിന്, പക്ഷെ നനഞ്ഞാൽ പ്രശ്നമാവും. അതെ, അതിനെല്ലാരും ഫുഡ് കൊടുത്തിട്ടാണ് അതിന് അത്ര വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ അന്ന് വരുമ്പോ 2 വർഷം മുമ്പ് വരുമ്പോ ചെറുതുണ്ടായത്, ഇപ്പൊ നല്ല വലുതായി. കാരണം എല്ലാരും ഫുഡ് കൊടുക്കുന്നുണ്ട് വന്നവരെല്ലാം. അങ്ങനെ നമ്മൾ മീനിനെല്ലാം ഫുഡ് കൊടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതാ ഇതിൽ മൊത്തം ഈ ഇവിടെ കാണുന്ന ചിത്രം ഉണ്ടല്ലോ, അതിൽ മൊത്തം ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ കന്നഡത്തിൽ എഴുതിയിട്ടുമുണ്ട് കേട്ടോ. കന്നഡ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മൊത്തം മനസ്സിലാക്കി എടുക്കായിരുന്നു, പക്ഷേ കന്നഡ വായിക്കാൻ അറിയില്ല.
എല്ലാ ഹിസ്റ്ററിയും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ചിത്രത്തിൽ രൂപത്തിലുണ്ട്. അതാ കോള, ഈ കോള ആ ഫ്രണ്ടിൽ കാണുന്ന കോളമെന്ന് തോന്നുന്നു എനിക്കത് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ കണ്ടത് എന്തായാലും ഇതാ ഇതാണ് തോടാണ്, തോടാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. പിന്നെ കുറേ കഥകളുണ്ട് ഇനി. എനിക്ക് എന്താ ഗൂഗിൾ ചെയ്താൽ കിട്ടും കേട്ടോ. ഞാൻ ഗൂഗിൾ ചെയ്തിട്ടുമില്ല. എന്തായാലും നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്താ തൊടിക്കാനം ടെമ്പിൾ സ്റ്റോറി അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. പിന്നെ വരാൻ താല്പര്യമുള്ളവർ വരണം. എന്തായാലും നല്ല ഒരു കാണാനും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. ഐതിഹ്യമാണെങ്കിൽ വെറൈറ്റിയാണ്. വലിയ അമ്പലമാണ് ശരിക്കും പറഞ്ഞാൽ. ഉത്സവത്തിനെല്ലാം നോക്കി ഉത്സവത്തിന് ആൾക്കാർ വിളിക്കുമല്ലോ. എത്ര വലിയ അമ്പലമാണ്. ചിത്രം കാണുമ്പോൾ അതേപോലെ ഈ ചിത്രത്തിൽ കാണുമ്പോൾ വെള്ളച്ചാട്ടം എന്തെന്ന് പറഞ്ഞില്ല. അങ്ങനത്തെ അവിടെ പോയിട്ടേക്കാം നമുക്ക്. ചെറിയ വെള്ളച്ചാട്ടം പൂജ കഴിഞ്ഞു, പ്രസാദവും കിട്ടി, എല്ലാം കഴിഞ്ഞ് ഇനി ഭോജനശാലയിലേക്കാണ്. ഇനി ഭോജനശാലയിൽ അമ്മ ഉണ്ടിട്ട ബാക്കിൽ ഭോജനശാലയിലേക്ക് പോവുകയാണ് നമ്മൾ. ഭോജനം കഴിക്കാൻ വിശക്കുന്നുണ്ട് കേട്ടോ. രാവിലെ 2 ദോശ, ഞാനും 2 ദോശ വന്നിട്ട് വന്നു. വിശക്കുന്നുണ്ട് ഇപ്പം. 9 മണിക്ക് 8:45 9 മണിക്ക് നമ്മൾ ഇറങ്ങി. ഭോജനശാല കുറേ പ്ലേസ് ഉണ്ട് കേട്ടോ. ഉത്സവത്തിനെല്ലാം നല്ലതായിരിക്കും. ഇപ്പം അത്രയും ആൾക്കാരുള്ളൂ, ഒരു 10 ആൾക്കാരുള്ളതേ ഉള്ളൂ. ചോറെല്ലാം റെഡി ആവുന്നുണ്ട്. അങ്ങനെ ചോറ് റെഡിയായി. എത്തിയതാ റെഡി ആയിട്ടുണ്ട്. നല്ല സാമ്പാറും വറവും പായസവും അച്ചാറും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ റെഡി ആവുന്നുണ്ട്. അമ്മതാ ഇടുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. എവിടെ പൂളുണ്ടാവും എവിടെ പൂള് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ വീട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറി കുറഞ്ഞു പോയല്ലേ? കുറി കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. ഫുഡും കഴിച്ചിട്ടായി. നല്ല സൂപ്പർ ഫുഡ് ഇട്ടാ. നല്ല രസമുണ്ട്. ഇഷ്ടമായി എനിക്ക്. ഇഷ്ടമായി. നല്ല വയറ് നിറച്ചു. നല്ല ഉണ്ടാവും. ഫുള്ള് വയറെല്ലാം നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. അമ്മക്ക് ഫുഡ് ഇഷ്ടമായിനാ? അമ്മക്ക് ഫുഡ് ഇഷ്ടമായിനാ? നല്ല ഫുഡ് അമ്മക്ക് ഇഷ്ടമായി. സത്യമായിട്ട് നല്ല ഉണ്ട്. സാമ്പാറും നല്ല പാങ്ങുണ്ട്. പിന്നെ അപ്പം ഇന്ന് ഇത്രയില്ല. ഇനി ഇപ്പോൾ 1:30 ബസ് കിട്ടും നമുക്ക് ഡയറക്റ്റ് സുള്ളിയത്തുനിന്ന് ഡയറക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞു. ഒരു 2 മണിക്കൂറിൽ ഇടത്തും. പിന്നെ 2 മണിക്കൂർ വരാനും 2 മണിക്കൂർ പോകാനും. 2 മണിക്കൂർ ഫുള്ള് വേണ്ട കേട്ടോ. ഞാൻ ഏകദേശം പറഞ്ഞതാണ്. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും. കഴിഞ്ഞു കേട്ടാ. ബസ്സും അങ്ങനെ ഉണ്ട്. ഇവിടെ 1:30 തന്നെ ഇടുന്ന ബസ്സുണ്ട്. ഫുഡ് കഴിച്ച പടന്ന് ബസ്സുണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.